മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോ ഒരു കാരണവശാലും കുഞ്ഞിന്റെ അച്ഛനെ നിനക്ക് നഷ്ടപ്പെടാൻ പാടില്ല. രണ്ടിനെയും കളഞ്ഞാലോ? കുഞ്ഞിനെയും കുഞ്ഞിന്റെ അച്ഛനെയും? അയ്യോ, എന്തൊക്കെയാ ഈ പറയുന്നേ? കാത്തിരുന്നിട്ട് ഒരു ഉണ്ണി ഇപ്പൊ കിട്ടാൻ പോകുന്നേ. ഇനി മോൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ വലിയ പ്രയാസമാണെന്നല്ലേ ഡോക്ടർ എന്ന് പറഞ്ഞിരുന്നത്. ഏതായാലും ചികിത്സ ഫലിച്ചു. ആ സമയത്ത് ദൈവത്തോട് നന്ദി പറയേണ്ടതിന് പകരം ദൈവദോഷം കിട്ടുന്ന കാര്യമൊന്നും പറയല്ലേ. ജീവിച്ചിരിക്കുന്നവർ മരിക്കുമ്പോഴാ നമ്മൾ ബലിയൊക്കെ ഇടുന്നത്. ഒരമ്മയുടെ വയറ്റിൽ നിന്നും കുഞ്ഞ് പോയി കഴിഞ്ഞാലേ അതിനു വേണ്ട കർമ്മങ്ങളൊന്നും ചെയ്യാറില്ല. ഉള്ളത് പറയാലോ, ജീവിച്ചിരിക്കുന്നവർ മരിക്കുന്നതിനേക്കാളും വലിയ ദോഷമാ കുഞ്ഞുങ്ങൾ അലസി പോകുന്നത്. ദേ വരുന്നു വേറൊരു മുട്ടാളെ. ഇവൻ നടക്കുന്ന കാര്യം എന്തായാലും എൻ്റെ കൊച്ചറിയാത്തത് നല്ലതാ. ഇവനാണെങ്കിൽ വീൽ ചെയറിൽ നടന്ന് ശീലിച്ചതുകൊണ്ട് നടന്നെന്ന് പോകുന്നത് ഇപ്പം ഇല്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും വീൽ ചെയറിനെ വിടാതെ പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. ഒക്കെങ്കിൽ ഇവൻ്റെ കാല് വീണ്ടും ഒടിഞ്ഞു പോട്ടെ. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കൊണ്ടുപോയില്ലേ നിങ്ങളുടെ മോനെ? കൂടെ മറ്റവനെ കൊണ്ടുപോയില്ലേ? എന്റെ അമ്മാവനെന്ന് പറയുന്ന കാട്ടാളനെ. ഓ, കൊണ്ടുപോയി മോനെ, കൊണ്ടുപോയി. പിന്നെ എന്തിനാ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്? ഇവളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അതുകൊണ്ട് അങ്ങോട്ട് വരാതിരുന്നേ. മോനെ, മോളുടെ അമ്മയുടെ മോന്റെ പെങ്ങളുടെയും വായിലിരിക്കുന്നത് മുഴുവനും കേട്ടിട്ടാ ഇങ്ങോട്ട് വന്നേ. മഞ്ജുവിളെ തല്ലിയില്ലേ? ഞാനേ ഇതുപോലെ ഇടയ്ക്ക് കയറി നിന്നതുകൊണ്ട് തല്ലിയില്ല. പിന്നെ മോനെ, ഞങ്ങൾ വന്നതേ വേറൊന്നിനും വേണ്ടിയിട്ടല്ല. മോൾക്ക് ഒരു തലചുറ്റലും മനം പുരട്ടലും ഒക്കെ വന്നു. ഇവിടെ വന്ന് പരിശോധിച്ചപ്പോ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ചേച്ചിയുടെ കുഞ്ഞിനെ കളയാൻ ശ്രമിച്ചവൾക്ക് ഇപ്പൊ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവല്ലേ? എന്റെ മോനെ, സമയദോഷം വരുമ്പോ എന്താ ചിന്തിക്കുക, എന്താ പ്രവർത്തിക്കുക എന്ന് നമ്മളും മനുഷ്യന്മാർക്ക് ചിലപ്പോ അറിയാൻ പറ്റത്തില്ലല്ലോ മോനെ. ഓ, അപ്പൊ ഇവൾക്കും ഇവളുടെ അച്ഛനും നിങ്ങൾക്കും ഒക്കെ ജീവിതകാലം മുഴുവൻ സമയദോഷമാണോ? എന്തെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ? ആ, ചെയ്തു കാണും. ഇവൾക്ക് വേണ്ടി മാത്രം. ഇപ്പൊ ഐസുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ അമ്മയുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ കരഞ്ഞു തളർന്നൊരു അമ്മയാ അത്. ഇനിയാണ് നിങ്ങളും നിങ്ങളുടെ മോനും ദേ ഇവളും ഉണ്ടല്ലോ, ഇനിയാണ് അനുഭവിക്കാൻ പോകുന്നത്.